ഹലോ, അമ്മാമ്മയും ന്യൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസമായിട്ടാണ്. എല്ലാവർക്കും പായസം ഇഷ്ടമല്ലേ? എനിക്കും നല്ല ഇഷ്ടമാണ് പായസം കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കണേ കേട്ടോ. 2 കപ്പ് ഗോതമ്പ് മാവ് വേണം നമുക്ക്. ആ ഗോതമ്പ് മാവ് നമുക്ക് ഒന്ന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത്തിരി ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇത്തിരി ലൂസായിരുന്നോട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ ചില്ലി കൂടി ഇങ്ങനെ അതിങ്ങനെ പീച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോരുള്ളൂ. ഇത്തിരി നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴക്കാം. ആയി കുഞ്ഞൂസേ, നീ എന്താ ഇവിടെ ചെയ്യണത്? നീ എന്ത് നോക്കണേണ് അവിടെ? നിനക്ക് വേണോ കുറച്ച് ചപ്പാത്തി? നമുക്ക് സേവനാഴിയിലേക്ക് നമുക്ക് ഇതെല്ലാം എടുത്തിടാം. അധികം കുത്തി നിറക്കണ്ട, കുറക്കാതെ. നമുക്ക് ഉരുളിപ്പാത്രത്തിൽ നമുക്ക് ഒരു 4 കപ്പ് വെള്ളവും 2.5 കപ്പ് പാലും, അതും കൂടി 1 പാക്കറ്റ് പാലാണ്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. വെള്ളവും പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ ഇടിയപ്പം അങ്ങോട്ട് നന്നായിട്ട് പീച്ചിടാം, നന്നായിട്ട് പിഴിഞ്ഞിടാം. ഒരു സെറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാ, ഒരു സെറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇപ്പം ഇളക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വേകാനുള്ള സമയം കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞിങ്ങനെ ഒറ്റ കട്ടയാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. രണ്ടാമത്തെ സെറ്റും കൂടി നമുക്ക് അതൊന്ന് പിഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞിൻ്റെ മീതയിലായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റും കൂടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞിടാം. നന്നായിട്ട് ഇപ്പം തിളക്കണം കേട്ടോ. മീതയിലൊക്കെ ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുകയില്ല, അങ്ങനെ ഒന്ന് പൊട്ടിപ്പോവുക അങ്ങനെ ഒന്നുമില്ല. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇതിനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പതുക്കെ. കുഞ്ഞൂസ് ഇവിടെ അണ്ടിപ്പരിപ്പൊക്കെ പിറക്കി തിന്നണേണ്. കുഞ്ഞൂസിന് അണ്ടിപ്പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അവളത് പിറക്കി എല്ലാം തിന്നണേണ്. മുന്തിരി നോക്കൂല കേട്ടോ, മുന്തിരി ഇഷ്ടമല്ല അവൾക്ക്. മുന്തിരി തിന്നാറില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ലേ? കണ്ട, നല്ലോണം സേമിയ പോലെ തന്നെ ഇരിപ്പില്ലേ? നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തേക്കണത്. 3ാമത്തെ സെറ്റും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞിടാം. 3ാമത്തെ സെറ്റ് നമ്മൾ പിഴിഞ്ഞ് ഇതിൻ്റെ മുകളിലായാലും കുഴപ്പമൊന്നുമില്ല, മറ്റേത് വെന്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. 3ാമത്തെ സെറ്റും നമ്മൾക്ക് അത് പിഴിഞ്ഞ് നമ്മൾ ഇനി നന്നായിട്ട് ഇതേ വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇതും കൂടി ഒന്ന് വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വേകും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അല്ല, സേമിയ പോലെ തന്നെ ഇരിക്കണ കണ്ട. നമുക്കിനൊരു 4 സ്പൂൺ പാൽപ്പൊടി, അതേവരുടെ അമൂല്യ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൽപ്പൊടി, നിങ്ങളുടെ കയ്യിലുള്ള പാൽപ്പൊടി ഏതെങ്കിലും എടുത്തിട്ട് ബാക്കി 1/2 ഗ്ലാസ് പാലിൽ നമ്മളിതൊന്ന് ശരിക്കും മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ച് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർക്കാം. ഈ പായസത്തിലേക്ക് നമ്മളത് നന്നായിട്ട് ചേർത്തിട്ട് എല്ലാം ഒന്ന് വെന്ത് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഈ സേമിയയിലൊന്ന് പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഇത്തിരി 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ആ നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ടൊന്ന് വരട്ടെ. ആ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ പായസം നല്ല മിക്സ് ചെയ്ത് നല്ല കുറുകി വന്നിട്ട് ഇനി ഇതിരുന്ന് കുറുകും കേട്ടോ. ഇനി ഇരുന്ന് കുറുകണമെങ്കിൽ നിങ്ങൾക്ക് തിളച്ച വെള്ളമോ പാല എന്തെങ്കിലും ചേർക്കാം. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, മധുരമൊക്കെ നോക്കണ്ടേ. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആരും ഇല്ല ഇവിടെ, ഞാനും കുഞ്ഞൂസും മാത്രമേ ഉള്ളൂ. കുഞ്ഞൂസ് പോയി. ഇനി ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോണേണ്. മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സൂപ്പറാണ് കേട്ടോ. ഹലോ, ഈ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സേമിയ പായസത്തിനേലും നല്ല പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് നൈറ്റ്.